പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് മെയ് 7 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്ത്യൻ ആസ്ട്രോണോട്ട് ആയിട്ടുള്ള സുനിത വില്യംസ് ഇന്ന് ബഹിരാകാശത്തേക്ക് പറക്കുകയാണ്. മൂന്നാമത്തെ പ്രാവശ്യമാണ് സുനിത വില്യംസ് സ്പേസിലേക്ക് പറക്കുന്നത്. ഇന്ന് മെയ് 7 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം രാവിലെ 8:04 സുനിത വില്യംസ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള മൂന്നാമത്തെ ഒരു പറക്കൽ. ഈ പ്രാവശ്യത്തെ സ്പേസ് പേടകമാണ് ബോയിങ് സ്റ്റാർലൈനർ. അതായത് ഒരു പുതിയൊരു സ്പേസ് ക്രാഫ്റ്റാണ് സുനിത വില്യംസ് ഈ പ്രാവശ്യം ഉപയോഗിക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് മെയ് 7 മൂന്നാമത്തെ പ്രാവശ്യം ഇന്ന് പറക്കുകയാണ്. ബോയിങ് സ്റ്റാർലൈനർ എന്ന സ്പേസ് ക്രാഫ്റ്റിലൂടെയാണ് സുനിത വില്യംസ് പറക്കുന്നത്. 1998 സുനിത വില്യംസ് ഈ ഒരു കരിയറിലേക്ക് എത്തിയിട്ടുള്ളത്. മൂന്നാമത്തെ പ്രാവശ്യം ബോയിങ് സ്റ്റാർലൈനർ ആണ് സ്പേസ് ക്രാഫ്റ്റ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് കോൺഫിഡൻസും ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 മെയ് 27 മുതൽ 31 വരെ കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം നൃത്തത്തിൽ ഒരു മാസ്റ്റർ ക്ലാസ് സംഘടിപ്പിക്കുന്നത് ആരാണ്? കലാമണ്ഡലം ക്ഷേമാവതി. 1960-70കളിൽ കേരളത്തിലെ കലാമണ്ഡലത്തിൽ വളരെ പ്രശസ്തിയായിട്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു കലാമണ്ഡലം ചിന്നമോമിയും കലാമണ്ഡലം സത്യഭാമയും. ഈ രണ്ടുപേരുടെയും നേരിട്ടുള്ള ഒരു ശിഷ്യയായിരുന്നു കലാമണ്ഡലം ക്ഷേമാവതി. ഈ വരുന്ന മെയ് 27 മുതൽ മെയ് 31 വരെ കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം നൃത്തത്തിൽ ഒരു മാസ്റ്റർ ക്ലാസ് സംഘടിപ്പിക്കുകയാണ്. മോഹിനിയാട്ടത്തിന്റെ രൂപവും അതിന്റെ അടിസ്ഥാന സൗന്ദര്യാത്മക സമീപനങ്ങളും മനസ്സിലാക്കുന്നതിനാണ് ഒരു അഡ്വാൻസ് ലെവലുള്ള മാസ്റ്റർ ക്ലാസ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് കലാമണ്ഡലം, ഈ പ്രോഗ്രാം നടത്തുന്നത് കലാമണ്ഡലം ക്ഷേമാവതിയാണ്. ഇന്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാമിന് കീഴിൽ എത്ര രാജ്യങ്ങളുടെ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ബോഡികളെ ഇന്ത്യ ക്ഷണിച്ചു? 23. ഇന്ന് വേൾഡ് തന്നെ പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഇലക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 7 ഫേസിൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇലക്ഷൻ കാണുന്നതിന് വേണ്ടി ഇന്ത്യ പല രാജ്യങ്ങളും ക്ഷണിച്ചിട്ടുണ്ട്. ഇതിൽ ഇന്ത്യ 23 രാജ്യങ്ങളെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. 23 രാജ്യങ്ങളിൽ നിന്നായിട്ട് 75ഓളം ഇന്റർനാഷണൽ വിസിറ്റേഴ്സ് ആണ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാം എന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. ഇതിൽ 23 രാജ്യങ്ങളിൽ നിന്നായിട്ട് 75 ഇന്റർനാഷണൽ വിസിറ്റേഴ്സും അതുപോലെ തന്നെ ഭൂട്ടാൻ, ഇസ്രായേൽ നിന്നുള്ള മീഡിയ ടീംസും ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇലക്ട്രൽ സിസ്റ്റം എന്നിവയിൽ നിന്നുള്ള മെമ്പേഴ്സും ഈ ഒരു ഇന്ത്യയിലെ ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ഇലക്ഷൻ വീക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. 23 രാജ്യങ്ങളിൽ നിന്ന് 75 ഇന്റർനാഷണൽ വിസിറ്റേഴ്സ്. 2024 മെയ് 5 ചെങ്ഡുവിൽ നടന്ന 2024 BWF തോമസ് ആൻഡ് ഊബർ കപ്പ് ഫൈനലിൽ പുരുഷ വനിതാ കിരീടങ്ങൾ നേടിയ രാജ്യം ഏത്? ചൈന. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മത്സരമാണ് തോമസ് കപ്പും ഊബർ കപ്പും. തോമസ് കപ്പ് ഇത് പുരുഷന്മാരും ഊബർ കപ്പ് വനിതകളുമാണ്. 2 വർഷം കൂടുമ്പോഴാണ് തോമസ് കപ്പും ഊബർ കപ്പും സംഘടിപ്പിക്കുന്നത്. ഈ പ്രാവശ്യത്തെ 2024 ഊബർ കപ്പ്, തോമസ് കപ്പ് ആൻഡ് ഊബർ കപ്പ് നടന്നിട്ടുള്ളത് ചെങ്ഡുവിലാണ്, അതായത് ചൈനയിലാണ്. 2024 തോമസ് കപ്പ് നേടിയിട്ടുള്ളത് ചൈനയാണ്. ചൈന ഇന്തോനേഷ്യയെ 4-1 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വനിതകളുടെ കേസ് ആണെങ്കിൽ വനിതകളിൽ ചൈന ഇന്തോനേഷ്യയെ 3-0 പരാജയപ്പെടുത്തിക്കൊണ്ട് ഊബർ കപ്പും നേടി. അപ്പൊ തോമസ് കപ്പ് ഇത് മെൻസിന്റെയാണ്, ഊബർ കപ്പ് വിമൻസിന്റെയും. ICC വനിതാ T20 ലോകകപ്പ് 2024 ഏത് രാജ്യത്താണ് സംഘടിപ്പിക്കുന്നത്? ബംഗ്ലാദേശ്. ICC വനിതാ T20 ലോകകപ്പ് ഈ വരുന്ന ഒക്ടോബർ 3 മുതൽ ഒക്ടോബർ 20 വരെ ബംഗ്ലാദേശ് നടക്കാൻ പോവുകയാണ്. ആകെ 10 ടീമുകൾ ആയിട്ട് 23 പേരാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുക. മെയ് 5 ICC പ്രഖ്യാപിച്ചത്, അതായത് ബംഗ്ലാദേശ് ആണ് 2024 വനിതാ T20 ലോകകപ്പ് നടത്താൻ പോകുന്നത്. പുരുഷന്മാരുടെ ആണെങ്കിൽ ജൂൺ 1 മുതൽ 29 വരെ USA-ലും വെസ്റ്റ് ഇൻഡീസിലുമാണ്. 20 ടീം ആണ് പുരുഷന്മാരിൽ പങ്കെടുക്കുന്നതെങ്കിൽ വനിതകളിലാണെങ്കിൽ 10 ടീം ആണ്. ബംഗ്ലാദേശിന്റെ ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് നസ്മുൽ ഹസൻ, ICC ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജെഫ് അലാഡിസ്, ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ ടീമുകളുടെ ക്യാപ്റ്റന്മാരായിട്ടുള്ള ഹർമൻ പ്രീത് കൗർ, നിഗർ സുൽത്താന എന്നിവർ പങ്കെടുത്തിട്ടുള്ള ഒരു ചടങ്ങിലാണ് ICC ഈ കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ബംഗ്ലാദേശിൽ ഒക്ടോബർ 3 മുതൽ 20 വരെ ICC വനിതാ T20 ലോകകപ്പ്. നക്ഷത്ര സഭ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് ടൂറിസം ഡെവലപ്മെന്റ് ബോർഡും ആസ്ട്രോ ടൂറിസം കമ്പനിയായിട്ടുള്ള സ്റ്റാർസ്കേപ്പും
സംയുക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ആസ്ട്രോ ടൂറിസം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡിലെ നക്ഷത്ര കൂട്ടങ്ങളെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ ആണ്. ഇത് ജൂണോടുകൂടി ഈ ക്യാമ്പയിൻ ആരംഭിക്കും. മുസോറിയിലുള്ള ജോർജ് എവറസ്റ്റ് എന്ന സ്ഥലത്ത് വെച്ചാണ് നക്ഷത്ര സഭയുടെ ഈ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. 2025 പകുതിയോടുകൂടി ഈ ക്യാമ്പയിൻ അവസാനിക്കും. ഉത്തരാഖണ്ഡ് ടൂറിസം ഡെവലപ്മെന്റ് ബോർഡും സ്റ്റാർസ്കേപ്സ് എന്ന ആസ്ട്രോ ടൂറിസം കമ്പനിയാണ് സംയുക്തമായിട്ടാണ് ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ, അതായത് നക്ഷത്ര സഭ എന്ന പേരിലുള്ള ഈ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. മിയാമി ഗ്രാൻഡ് പ്രിക്സ് 2024 ആരാണ് കന്നി വിജയം നേടിയത്? ലാൻഡോ നോറിസ്. ഇന്ന് ഫോർമുല 1 എന്ന റേസ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയും ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ള ഒരു റേസർ ആണ് മാക്സ് വെസ്റ്റാപ്പൻ. മാക്സ് വെസ്റ്റാപ്പന്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം വിന്നർ എന്ന ലെവലിലാണ് ഇപ്പോഴും കാണുന്നത്. എന്നാൽ ഈ പ്രാവശ്യം അദ്ദേഹം മിയാമി ഗ്രാൻഡ് പ്രിക്സിൽ 2ാം സ്ഥാനത്തേക്ക് എത്തി. ഇതിൽ ലാൻഡോ നോറിസ് ആണ് 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. വെറും 1.5 സെക്കൻഡ് വ്യത്യാസത്തിലാണ് മാക്സ് വെസ്റ്റാപ്പനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലാൻഡോ നോറിസ് വിജയിച്ചിട്ടുള്ളത്. മിയാമി ഗ്രാൻഡ് പ്രിക്സ് ഇത് നടന്നിട്ടുള്ളത് USA ഫ്ലോറിഡയിലുള്ള മിയാമി എന്ന സിറ്റിയിലാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ചാമ്പ്യൻ ആണ് മാക്സ് വെസ്റ്റാപ്പൻ. എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ലോക അത്ലറ്റിക്സ് ദിനം ആചരിക്കുന്നത്? മെയ് 7. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ ഇത് ആരംഭിച്ചത് 1912 1912 ജൂലൈ 17 സ്വീഡനിലെ സ്റ്റോക്ക്ഹോം എന്ന സ്ഥലത്ത് വെച്ച് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ ആരംഭിച്ചത്. 1996 മെയ് 15 പ്രൈമോ നിബിയോളയാണ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ ഇതിന്റെ ആഘോഷം ആരംഭിച്ചത്. അതിനുശേഷം എല്ലാ വർഷവും മെയ് 7 വേൾഡ് അത്ലറ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങി. 1912 ജൂലൈ 17 ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ സ്ഥാപിതമായി സ്റ്റോക്ക്ഹോം, സ്വീഡനിൽ. അതിനുശേഷം എല്ലാ വർഷവും മെയ് 7 വേൾഡ് അത്ലറ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇന്നലെ മെയ് 6 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച ടീം ഏത്? ഇതിന്റെ ഉത്തരം മുംബൈ സിറ്റി FC. നിലവിൽ ഇപ്പോൾ മുംബൈ സിറ്റി FC ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച ടീം. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് വിജയിച്ചിട്ടുള്ളത് മുംബൈ സിറ്റിയാണ്. അതുകൊണ്ട് മുംബൈ സിറ്റിയാണ് ഈ നൽകിയിരിക്കുന്ന ഓപ്ഷനിലെ ഏറ്റവും ബെസ്റ്റ് ടീം. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 മെയ് 27 മുതൽ 31 വരെ കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം നൃത്തത്തിൽ ഒരു മാസ്റ്റർ ക്ലാസ് സംഘടിപ്പിക്കുന്നത് ആരാണ്? കലാമണ്ഡലം ക്ഷേമാവതി. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് 2024 മെയ് 7 3ാം തവണയും ബഹിരാകാശത്തേക്ക് പറക്കാൻ തയ്യാറായിരിക്കുന്ന പേടകത്തിന്റെ പേര് ബോയിങ് സ്റ്റാർലൈനർ. ഇന്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാമിന് കീഴിൽ എത്ര രാജ്യങ്ങളുടെ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ബോഡികളെ ഇന്ത്യ ക്ഷണിച്ചു? 23. 2024 മെയ് 5 ചെങ്ഡുവിൽ നടന്ന 2024 BWF തോമസ് ആൻഡ് ഊബർ കപ്പ് ഫൈനലിൽ പുരുഷ വനിതാ കിരീടങ്ങൾ നേടിയ രാജ്യം ഏത്? ചൈന. ICC വനിതാ T20 ലോകകപ്പ് 2024 ഏത് രാജ്യത്താണ് സംഘടിപ്പിക്കുന്നത്? ബംഗ്ലാദേശ്. നക്ഷത്രസഭ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. മിയാമി ഗ്രാൻഡ് പ്രിക്സ് 2024 ആരാണ് കന്നി വിജയം നേടിയത്? ലാൻഡോ നോറിസ്. എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ലോക അത്ലറ്റിക്സ് ദിനം ആചരിക്കുന്നത്? മെയ് 7. ഇന്ന് മെയ് 7 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഹൂ ഇസ് ദ ക്യാപ്റ്റൻ ഓഫ് ദി ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീം ഇൻ 2024? 2024 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.